നമുക്ക് അലീനയുടെയും മനുഷ്യങ്കരുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആ മോതിരം കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വൈജയന്തി ഇങ്ങനെ അലീനയെ നോക്കണം. പിന്നീട് സത്യം പറയടി, ഈ മോതിരം ആരുടെയാന്ന് ചോദിക്കുകയാണ്. എൻ്റെ അല്ല എന്ന് പറയണം. അലീനയ്ക്ക് അറിയില്ല മോതിരത്തെക്കുറിച്ച്. കാരണം അലീന അങ്ങനെ മോതിരം കണ്ടിട്ടില്ല. അവളുടെ ബാഗിനകത്ത് ഉണ്ടായിരുന്ന കാര്യം പോലും അവൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അതല്ല ഹരിശങ്കറിന്റെ ഒരു നാടകം മാത്രമായിരുന്നു. ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു, നിനക്കറിയത്തില്ലല്ലേ? പിന്നെ നിനക്കറിയാതെ എങ്ങനെയാടി ഈ മോതിരം നിന്റെ ബാഗിനകത്ത് വന്നേന്ന് ചോദിക്കുകയാണ്. അലീന പറഞ്ഞു, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറയണം. നിന്നെ ഞാൻ കാണിച്ചില്ല, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും കൃഷ്ണയും രോഹിത്തും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു, നോക്ക് ബാലേന്ദ്ര, ഇങ്ങോട്ട് നോക്ക്. ഇവളുടെ ബാഗിനകത്തുനിന്ന് കിട്ടിയ മോതിരം ഇതെന്ന് പറയണേ. മോതിരമോ? അതെ, സ്വർണ്ണ മോതിരം. ഇവൾക്ക് എവിടുന്ന സ്വർണ്ണ മോതിരം? ഇവളോട് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞ എന്താണെന്നറിയാവോ? അത് എൻ്റെ അല്ലെന്ന്, എനിക്കറിയില്ല എന്ന്. സത്യമാണ് അലീന നീ പറയണമെന്ന് ചോദിക്കും. സത്യ സാറേ ഞാൻ പറയണേ, എനിക്കറിയില്ല മോതിരം എവിടുന്നാന്ന്. അതാരുടെയാണെന്നും എനിക്കറിയില്ല. അല്ല, ഈ വീട്ടിൽ ആരുടെയെങ്കിലും ആണോ ഈ മോതിരം എന്ന് ചോദിക്കാം. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞേ, ഈ വീട്ടിൽ ആർക്കും ഇങ്ങനത്തെ ഒരു മോതിരം ഇല്ലയെന്ന് പറയണം. പിന്നെ നീ എവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാടി എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുകയാണ്. ഈ സമയം അലീന പറഞ്ഞു, ഞാൻ ഒരിടത്തുനിന്നും ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല. എനിക്കിതിനെക്കുറിച്ച് അറിവ് പോലും ഇല്ല. എൻ്റെ ബാഗിനകത്ത് ഇങ്ങനൊരു മോതിരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയണമെന്ന് പറയാം. ഇത് കണ്ടില്ലേ, പഠിച്ച കള്ളി അവള്. അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറയണേ. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയോ? ഓർഫനേജിൽ നിന്ന് വന്ന അവള് അവിടെ എത്രക്കാരിയായിരുന്നു ആര് കണ്ടു? ഇതിനു മുമ്പ് ഒരു വീട്ടിൽ നിന്നിട്ടില്ലെന്നൊക്കെ പറയണു. നല്ല കാര്യം, ഏതെങ്കിലും വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ അവൾ മിക്കവാറും വീടും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയേനം എന്ന് വൈജയന്തി പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ദേഷ്യമായി. അലീന പറഞ്ഞു, അനാവശ്യം പറയരുത്. എൻ്റെ ബ്രിജിത്ത മമ്മി അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടിയിട്ടുണ്ട്, പക്ഷെ ആൾക്കാരുടെ മോഷ്ടിക്കാനായിട്ട് മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയാം. ദേ കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ. സത്യമായിട്ടുള്ള കാര്യം മാഡം പറയണേ. ഞാൻ ഒരിടത്തൊന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യമായ എനിക്ക് അറിയില്ല ഈ മോതിരം. അപ്പോഴേക്കും കൃഷ്ണയോടൊക്കെ ചോദിച്ചു, എടി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോയെന്ന് ചോദിക്കാം. അറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ആ മോതിരം ഒന്ന് കാണിക്കാൻ പറയണം. അതുകൊണ്ട് കാണിച്ചു. ഇതെനിക്കറിയാമെന്ന് പറയണം. ഒരു നിമിഷം എല്ലാവരും കൂടെ രോഹിത്തിനെ നോക്കുകയാണ്. നിനക്കറിയാമെന്നോ? എങ്ങനെ? ഇത് ഹരിയുണ്ടല്ലോ, അലീനയ്ക്ക് കൊടുത്ത മോതിരമാണെന്ന് പറയണേ. അലീനയ്ക്ക് കൊടുത്ത മോതിരോ? ഹരിയോ? അതെ, ഇത് ഹരി എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അലീനയ്ക്ക് കൊടുക്കാനുള്ളതെന്നും പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ദേഷ്യം വന്നു. വൈജയന്തി വന്ന് അലീനയുടെ കയ്യിലേക്കോട് പിടിച്ചിട്ട് കുലുക്കിയിട്ട് വെച്ചു, സത്യമാണ്ടി പറയണേ എന്ന് ചോദിക്കുക. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ആരും മോതിരം തന്നിട്ടില്ലെന്ന് പറയാം. രോഹിത്ത് തർക്കിച്ചു, എനിക്കറിയാം, ഞാൻ കണ്ട കാര്യമാണ്. ഇത് ഇവള് വാങ്ങിച്ച് ബാഗിനകത്ത് വെച്ചിരിക്കുന്ന. ഈ ഹരിശങ്കർ ഇവളുമായിട്ട് എന്തൊക്കെയോ ഇടപാടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം. ഇതെന്നോട് ഹരിശങ്കർ പറഞ്ഞ ഇത് അവൾക്ക് കൊടുക്കാൻ പോവാന്ന്. ഓഹോ, അപ്പം അതാണല്ലേ അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു നിന്റെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നേ. നിന്നോട് ഞാൻ ചോദിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് വന്നേന്ന്. അപ്പം നീ എന്താ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയത്? അത് അവനോട് ചോദിക്കാനാ പറഞ്ഞേ. അപ്പം ഇതായിരുന്നു നിന്റെ ഇടപാടില്ലേന്ന് ചോദിക്കണം. അലീന പറഞ്ഞു, മാഡം ദൈവത്തെ ഓർത്ത് തന്നെ അവിശ്വസിക്കരുത്. ഞാൻ അത്രയൊരു പെണ്ണല്ലെന്ന് പറയണം. വേണ്ടി നിന്റെ നാടകം നീ അങ്ങോട്ട് നിർത്തിയാക്കാൻ പറയണം. ബബിത പറഞ്ഞു, എൻ്റെ അമ്മേ, ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് എന്ന് പറയണം. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാലും ഹരിശങ്കർ എന്തിനാ ഇവൾക്ക് മോതിരം കൊടുത്തതെന്ന് ചോദിക്കാം. എൻ്റെ ബാലേന്ദ്ര, നിങ്ങൾക്കെന്നാ ഒട്ടും ബോധം വിവരമില്ലേ? എന്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം? ഇവളുടെ തൊലിവെളുപ്പ് കണ്ട് ഇവള് മിക്കവാറും അവനെ വിളിച്ചു വരുത്തിയതായിരിക്കും എന്ന് പറയണം. അനാവശ്യം പറയരുത് കേട്ടോ എന്ന് അലീന പറയണം. അനാവശ്യമോ? അനാവശ്യം ഞങ്ങൾ അണ്ടി പറഞ്ഞേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. ഇതങ്ങനെ വെറുതെ വിടാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ തെളിയിച്ചിട്ടുള്ളതെന്ന് പറയണം. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയും മോതിരം വന്നു? എനിക്കറിയില്ല. എൻ്റെ നിരപരാധിത്വം എനിക്കും ദൈവത്തിനും മാത്രം അറിയത്തുള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് അലീന അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാണ്. മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം. അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ബാലേന്ദ്രനോട് വൈജയന്തി പറഞ്ഞു, ഇത് ഇന്നലെ തുടങ്ങിയ ഇടപാടൊന്നും അല്ല. കൊല്ലപ്പള്ളി വീട്ടിൽ വെച്ച് തന്നെ ദേ ഹരിശങ്കർ ഇവളുമായിട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നണമെന്ന് പറയണം. പിന്നീട് രോഹിത്തിനോട് ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നിട്ട് നീ എന്താടാ പറയായിരുന്നെന്ന് ചോദിക്കുക. അത് പിന്നെ ഹരി ഇടയ്ക്ക് ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഹരിയുടെ കയ്യിൽ ഈ മോതിരം ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ച അപ്പോഴാ ഹരി എന്നോട് പറഞ്ഞെന്ന് പറയാം. എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയായിരുന്നേ? അതിപ്പം ഞാൻ എങ്ങനെയാ വന്ന് പറയണേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹരിശങ്കർ എന്നെ ചീത്ത പറയില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണ പറഞ്ഞു, അലീന ചേച്ചി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം. നീ ഒരക്ഷരം മിണ്ടരുത്. അവളോടൊപ്പം നിന്റെ കൂട്ടാങ് നിർത്തിയാരെ അലീന ചേച്ചി പോലും. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അല്ലെങ്കിലും ഇവൾക്ക് എപ്പോൾ നോക്കിയാൽ അലീന ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഒലിപ്പിച്ച് പുറകെ നടക്കുന്ന ഒരു സ്വഭാവം അമ്മയെന്ന് പറയണം.
ദേ ഇന്നത്തോടു കൂടി ഞാൻ നിർത്തിയാനോ അവളിനി വീട്ടിലുണ്ടാവാൻ പോകുന്നില്ലെന്ന് പറയണം. കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈജയന്തി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയത്ത് മുത്തശ്ശി അലീനയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അലീനയാണെങ്കിൽ ആടെയിട്ട് പറഞ്ഞു, എനിക്കറിയില്ല മുത്തശ്ശിന്ന്. മുത്തശ്ശിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോഴേക്കും വൈജയന്തി എന്നിട്ട് പറഞ്ഞു, നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് പൊയ്ക്കോണം ഈ വീട്ടിൽ നിന്ന് പറയണം. ഇവിടെ പ്രായപൂർത്തിയായി വരുന്ന ആങ്കൊച്ചൊക്കെ ഉണ്ട്, മാത്രമല്ല എൻ്റെ ഭർത്താവുണ്ട്. ഇത്തരക്കാരെ നീ ഇന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഈ വീട്ടിൽ ഞാൻ താമസിപ്പിക്കില്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ സൗദാമി മുത്തശ്ശി പറഞ്ഞു, നീ എന്ത് വർത്താനടി പറയുന്ന വൈജയ്? പിന്നെ ഈ ഹരിശങ്കർ എന്ന് പറയുന്ന നല്ലവനാണെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ലാന്ന് പറയണം. അവനിവിടെ വന്നായിരുന്നു, ഞാൻ അപ്പോഴേ മോളോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ. പിന്നെ അവനിവിടെ വന്നിട്ട് അലീനയുടെ ഭാഗമൊക്കെ പരിശോധിക്കുന്ന ഞാൻ കണ്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, അമ്മ വെറുതെ ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണ്ടെന്ന് പറയാം. ഞാനെന്തിനാ കള്ളത്തരം പറയണേ? അവൻ മനഃപൂർവ്വം ഇവളുടെ ബാഗിനകത്ത് കൊണ്ടേ വെച്ചത് എന്ന് പറയണം. പിന്നെ അവന് മനഃപൂർവ്വം ഇത്രയും വിലയുള്ള മോതിരം കൊണ്ടേ വെച്ചിട്ട് എന്ത് കിട്ടാനാ? പുണ്യം കിട്ടാനാണെന്ന് ചോദിക്കാം. എടി നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല വൈജ കാര്യങ്ങളെന്ന് പറയണം. നീ ഹരിശങ്കർ എന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. പിന്നെ അവനെ വിളിച്ച് ചോദിക്കുന്ന എന്തിനാ? അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയണം. ഇവള് കൈയും കാലും കാണിച്ച് വശത്താക്കാൻ ശ്രമിച്ചു കാണുമായിരിക്കും. എന്തേലും പറഞ്ഞ് മോതിരം അടിച്ചു മാറ്റിയതായിരിക്കും അവൻ്റെ കയ്യിൽ നിന്ന്. ചെറുപ്പം പ്രായമല്ലേ, ഇവളെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇവിടെ നിന്നെ കണ്ടുപോയേക്കല്. നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ സ്ഥലം കാലിയായിക്കോണമെന്ന് പറയണം. ആ സമയത്ത് അലീന പറഞ്ഞു, മാഡം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിന്റെ സേവനം ഇതോടെ മതി. കാരണം ഇനി ഇവിടെ നീ നിന്നിട്ടുണ്ടെങ്കിലേ ഈ വീട്ടിലെ പല സാധനങ്ങളും അടിച്ചു മാറ്റും. അല്ലെങ്കിൽ തന്നെ നിന്റെ ദാനധർമ്മം ഇപ്പോഴല്ലേ നിങ്ങനെയെന്ന് മനസ്സിലായത്. നീ 10,000-3,000 ഒക്കെ ഓരോരുത്തർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ കുടുംബത്തിൽ നിന്ന് ബാലേന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് പോകുന്ന പണമായിരുന്നു എനിക്ക് തോന്നണേന്ന് പറയണം. അത് തോന്നണ തന്നെയല്ല, അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം. അലീന പറഞ്ഞു, ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല മാഡം, എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാം. നീ കൂടുതൽ ന്യായം പറഞ്ഞു വന്നാണ്ടല്ലോ, അടിച്ച് ഞാൻ ശരിയാക്കുമെന്ന് പറയണം. അപ്പോഴേക്കും സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, വൈജയ് നീ നിർത്തിയാക്കാൻ പറയണം. തെറ്റ് ചെയ്തവനെ ഇപ്പോഴും നീ പുള്ളിയാളിലായിട്ട് കണ്ടിട്ട് ഈ പാവം കൊച്ചിൻ്റെ മേലാണോ നീ കുതിര കയറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പാവം കൊച്ചോ? അമ്മയെ നോക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഇവള് പാവമായിരിക്കും, പക്ഷെ എനിക്ക് ഇവൾ അങ്ങനെയല്ല എന്ന് പറയണം. ഇവളെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ഇവളുടെ സേവനം ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. നിന്റെ ഭാഗമൊക്കെ എടുത്ത് അടുക്കി വെച്ചു. നാളെ നേരം വിളിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് വിട്ടുപോയിക്കണം. രാത്രി ആയതുകൊണ്ട് ഇറക്കി വിടുന്നില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, സഹിക്കാൻ പറ്റുന്നില്ല. അലീന അവിടെ ഇരുന്ന് കരയണ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാം മോളെ, ഇതാ ഹരിശങ്കറിൻ്റെ പണി തന്നെയാന്ന് പറയണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി, എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല മോതിരത്തിൻ്റെ കാര്യം പോലും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഒളിപ്പിച്ചു വെക്കുമോ? ഞാനത് കയ്യിലിട്ടുകൊണ്ടൊക്കെ നടക്കില്ലെന്ന് ചോദിക്കുക. സാരമില്ല മോളെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വൈജയന്തി എന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പം എനിക്ക് തോന്നേ അവൻ കൊണ്ടുപോയി അവളുടെ ബാഹിനകത്ത് എങ്ങാനും വെച്ചാണോ? പിന്നെ എന്തിനാ അവൻ എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കണം. അല്ല ബാലേന്ദ്രൻ എന്തിനും എപ്പോഴാണ് അവളെ സപ്പോർട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. അല്ല അവൾ അത്രയ്ക്ക് ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് എനിക്കെന്തോ അത് വിശ്വസിക്കാനാ താല്പര്യം എന്ന് പറയാം. ദേ ബാലേന്ദ്ര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ വീണ്ടും ഈ വീട്ടിൽ പിടിച്ചു നിർത്താനാ ഭാവമെങ്കിലും ഉണ്ടല്ലോ, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല. മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിട്ടോണം, നാളെ രാവിലെ തന്നെ അവളെ ഇവിടുന്ന് വിട്ടോണം. അവളെ എങ്ങോട്ടായാലും പോട്ടെ, അവളെ പോയി പെണ്ണ് ഇവിടെ വേണ്ട. നമുക്കും ഒരു ചെറുക്കനുണ്ട് അറിയാലോ, അവനും പ്രായപൂർത്തിയായ വളർന്നു വരുന്നവനാ. ഇതൊക്കെ കണ്ടല്ലേ അവൻ പഠിക്കുന്നേ. നാളെ മിക്കവാറും ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലെന്ന് ആര് കണ്ടു? ബാലേന്ദ്രന് ഉത്തരം മുട്ടി. എന്തേലും പറയാൻ പറ്റുമോ? വൈജയന്തിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ഒന്ന് പറയേണ്ടത് 4 പറഞ്ഞു നിൽക്കും. പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് പിന്നെ ബാലേന്ദ്രൻ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആഹാരമൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് അലീന അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് ബബിത കളിയാക്കി ചിരിക്കുകയാണ് അലീനെ. അലീനയ്ക്ക് നല്ല സങ്കടമായിപ്പോയി. പക്ഷെ അലീന അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈ സമയത്ത് സൗദാമിനി മുത്തശ്ശി ഒരു കാര്യം തീരുമാനിച്ചു. മുത്തശ്ശി മണിശങ്കറെ വിളിക്കുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ. മണിശങ്കറെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അലീനയോട് പൊയ്ക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്, അവളെ പറഞ്ഞു വിടുക പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. എടാ മോനെ, അവളങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ പാവാന്ന് പറയണം. എനിക്കറിയാം, ഞാനൊന്നും ആലോചിക്കട്ടെ, എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാമെന്ന് പറയണം. പിന്നീട് അങ്ങോട്ട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് എന്തോ ഒരു സമാധാനം സന്തോഷമൊക്കെ തോന്നി. ഈ സമയത്ത് മണിശങ്കർ പിന്നീട് എന്ത് ചെയ്യണം? കാരണം മണിശങ്കറാണല്ലോ അലീനെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യലെന്നറിയാം. പിന്നെ തൻ്റെ അനുജന് അവൻ്റെ സ്വഭാവം നല്ലതല്ലെന്നറിയാം. അതുകൊണ്ട് ഇതെങ്ങനെയായാലും അവളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ തെളിയിക്കണമല്ലോ. അതുകൊണ്ട് മണിശങ്കർ എന്ത് ചെയ്യണം? നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. ഹരിശങ്കറെ കാണാം, അവനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അറിയാം എന്ന് കരുതിയിട്ട് മണിശങ്കർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഹരിശങ്കറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹരിശങ്കർ ആദ്യം ഒന്നും സമ്മതിക്കാൻ തയ്യാറായില്ല.
പിന്നീടൊരു 5-8 ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തത്ത പറയുന്ന പോലെ അവന് കാര്യങ്ങളൊക്കെ പറയാണ്. ആ മോതിരം ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാന്നൊക്കെ. അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങളുടെ കട്ട കലിപ്പായിപ്പോയി. കാരണം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പാവ ആ പെങ്കുച്ചിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ഇനി എന്താണെങ്കിലും അലീനയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് മണിശങ്കർ വരുവാണ്. അത് മാത്രമല്ല ഇനിയിപ്പം മണിശങ്കർ ചിലപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്ക് നിർത്തുമായിരിക്കും. ചിലപ്പം എറണാകുളത്തിന് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. എറണാകുളത്ത് തന്നെ ജോലി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അലീനയ്ക്ക് അതൊരു കൂട്ടായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.